ലാസ്റ്റ് വീക്ക് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഷേക്കായി. ഈ ന്യൂസ് വന്ന ഉടൻ ഓയിൽ പ്രൈസ് ജമ്പായി, സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് പോയി, ഡോളർ ആണെങ്കിൽ സ്ട്രെങ്തൻ ചെയ്തു, ഗോൾഡ് വിചാരിച്ച പോലെ ബിഹേവ് ചെയ്തില്ല. നൗ എവ്രി വൺ സ്റ്റാർട്ടഡ് ആസ്കിങ് സെയിം ക്വസ്റ്റ്യൻ: മാർക്കറ്റ് ഇനിയും ക്രാഷ് ആവുമോ? ഓയിൽ $100 മുകളിൽ പോകുമോ? നമ്മുടെ ഇന്ത്യൻ റുപ്പി ഇനിയും താഴോട്ടേക്ക് പോവുമോ? ആൻഡ് ഗോൾഡ് ഇപ്പോൾ സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? ടുഡേ വി ആർ നോട്ട് ഗോയിങ് ടു പാനിക്. ഇന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പോവാണ്. നമുക്കിത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ മനസ്സിലാക്കാം. ഈവൻ ഇഫ് യു ആർ നോട്ട് ഫ്രം ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട്, ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് വെരി ക്ലിയർലി. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ് വിൽ മേക്ക് മീ ഹാപ്പി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് പാർട്ട്, വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്? എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ US ഇറാൻ ടെൻഷൻ ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. ബട്ട് ഡയറക്റ്റ് മിലിറ്ററി അറ്റാക്ക് സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴെങ്കിലും മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഈ ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്ന കാര്യം ഓയിലിന്റെ പ്രൈസ് കൂടുന്നതാണ്. കാരണം എന്താ? മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഓയിൽ സപ്ലൈന്റെ ഹാർട്ടാണ്. ആൻഡ് ഇറാൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആണ്. സോ വാർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ സപ്ലൈ ഡിസ്റപ്ഷൻ ഉണ്ടാവും, ഷിപ്പിംഗ് റൂട്ട്സ് എഫക്റ്റ് ആവും, സാങ്ഷൻസ് ടൈറ്റൻ ആവും. കാരണം ഈ ഓയിലൊക്കെ പല രാജ്യങ്ങളിലേക്ക് എത്തണ്ടേ. അപ്പൊ ഈ ഒരു സമയത്ത് ട്രേഡേഴ്സ് എന്ത് ചെയ്യും? ഓയിൽ ബൈ ചെയ്യാൻ തുടങ്ങും. ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിനല്ല കേട്ടോ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. മെയിൻ ട്രേഡേഴ്സ് ആരൊക്കെയാണ്? ഈ മെയിൻ ട്രേഡേഴ്സ്, ഫോർ എക്സാമ്പിൾ ഹെഡ്ജ് ഫണ്ട്സ്, അവർ ഒരു മെയിൻ ട്രേഡറാണ്. ഇതൊരു ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സാണ് ഹെഡ്ജ് ഫണ്ട്സ്. അപ്പം ഇവർക്കൊരു എയിം ഉണ്ട്. അപ്പോൾ ഇവരുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പം ഓയിൽ സപ്ലൈ റിസ്ക് വരും. അപ്പോൾ ഈ ഹെഡ്ജ് ഫണ്ട്സ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യും. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ ഓയിൽ ട്രേഡിംഗ് കമ്പനീസ് ആണ്. ഈ ഓയിൽ ട്രേഡിംഗ് കമ്പനീസിന് വലിയ കമ്മോഡിറ്റി ട്രേഡിംഗ് ഫേംസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഫിസിക്കൽ ഓയിൽ ബിസിനസ്സും ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഇങ്ങനെ റിസ്ക് വരുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചേഴ്സ് ഇവർ ട്രേഡ് ചെയ്യും. അതുപോലെ തന്നെ ഓയിൽ കമ്പനീസ്, ഇവർ റിയൽ ഓയിൽ പ്രൊഡ്യൂസേഴ്സാണ്. ഇപ്പോൾ ഷെല്ലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ റിയൽ ഓയിൽ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇവർ പ്രൈസ് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചേഴ്സിൽ ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യും. അതുപോലെ തന്നെ ബാങ്ക്സ്, വലിയ വലിയ ബാങ്കുകൾക്കൊക്കെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി, ഇവർക്കൊക്കെ ട്രേഡിംഗ് ഡെസ്ക്സ് ഉണ്ട്. ഇവർക്കൊക്കെ ക്വിക്കായിട്ട് ഓയിൽ ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും. പിന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ്, പക്ഷേ റീറ്റെയിൽ ട്രേഡേഴ്സ് യൂഷ്വലി സ്മോൾ പൊസിഷൻ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഈ ഓയിൽ എങ്ങനെയാ വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടല്ല ഇവർ ഓയിൽ വാങ്ങുന്നത്. ഇൻസ്റ്റെഡ് അവർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ബൈ ചെയ്യും. ഓയിലിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അവർ വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ മെയിനായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഓയിൽ വരുന്ന പ്രധാന ഷിപ്പിംഗ് റൂട്ടാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വരുന്ന തോന്നിക്കഴിഞ്ഞാൽ ഈ ട്രേഡേഴ്സ് ഒക്കെ ഇമ്മീഡിയറ്റ്ലി ഓയിൽ ബൈ ചെയ്യും. അതിന്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിച്ചു? ബ്രന്റ് ക്രൂഡ് ഓൾമോസ്റ്റ് 28% സർജായി. അപ്പോൾ ഇതൊരു സ്മോൾ മൂവ് അല്ല, ഇതൊരു പാനിക് ഡ്രിവൺ മൂവാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈ ഓയിൽ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കും, അല്ല ഈ ഓയിലിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഇത് ട്രേഡേഴ്സിനല്ലേ ബാധിക്കുക, നമ്മൾ ഇതെങ്ങനെ ബാധിക്കും? അതങ്ങനെയല്ല. ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമീൻ്റെ ബാക്ക് ബോൺ ആണ്. നിങ്ങൾ ഇതിങ്ങനെ ചിന്തിക്കുക, ലോറികളൊക്കെ ഡീസൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലൈറ്റ്സ് ഫ്യൂൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫാക്ടറി മെഷീൻസ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ഓയിൽ വേണം. അപ്പം ഓയിലിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്രോളിന്റെ പൈസ കൂടും, ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടും, ഗ്രോസറിന്റെ പൈസ കൂടും, കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടും. അങ്ങനെ എല്ലാത്തിൻ്റെയും പൈസ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എല്ലാത്തിൻ്റെയും പൈസ കൂടുന്നതിന്റെ പ്രോസസ്സിന്റെ പേരെന്താണ്? ഇൻഫ്ലേഷൻ. ദാറ്റ് ഇസ് കോൾഡ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ സംഭവിക്കും. അപ്പോൾ ഓയിലിന്റെ പൈസ കൂടുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇനിയും കൂടും. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? RBI റേറ്റ് കട്ട് ഡിലേ ചെയ്യും. അപ്പോൾ EMI ഒക്കെ ഹൈ ആയിട്ട് തന്നെ നിൽക്കും. സ്റ്റോക്ക് മാർക്കറ്റ് പ്രഷറിലാവും. അപ്പോൾ ഇതൊക്കെ കണ്ട് ഓയിൽ ഈസ് വെരി ക്രിട്ടിക്കൽ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ അറ്റാക്ക് US മാർക്കറ്റ് താഴോട്ടേക്ക് പോയി. ഡോ ജോൺസ് 3% താഴോട്ടേക്ക് പോയി. S&P 500 2% താഴോട്ടേക്ക് പോയി. ലേറ്റർ ചെറിയൊരു റിക്കവറി ഉണ്ടായി. എന്തുകൊണ്ടാണ് റിക്കവറി ഉണ്ടായത്? ബിക്കോസ് മാർക്കറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്ന കാര്യം എന്താ? ഇതൊരു ഷോർട്ട് ടേമിലേക്ക് മാത്രമാണോ അതൊരു ഫുൾ സ്കെയിൽ വാറിന്റെ പ്രോബബിലിറ്റി കാണുന്നുണ്ടോ? സിറ്റുവേഷൻ ലിമിറ്റഡ് ആണെങ്കിൽ റിക്കവറി പോസിബിൾ ആണ്. അഥവാ കൂടുതൽ വാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ, കൂടുതൽ അറ്റാക്ക് നടക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, എന്താവും ആർക്കും അറിയില്ല. ആൻഡ് മാർക്കറ്റ് എപ്പോഴും അൺസർട്ടനിറ്റിയിലാണ് കൂടുതലായിട്ട് റിയാക്ട് ആവുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഡോളർ സ്ട്രെങ്തൻ ആവുകയാണ്. അതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. യൂഷ്വലി യുദ്ധം നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഗോൾഡിന്റെ പൈസ കൂടും, ഗോൾഡ് റാലി കാണും. പക്ഷെ ഇപ്പോൾ ഡോളറാണ് സ്ട്രെങ്തൻ ആവുന്നത്. ഡോളർ ഇൻഡെക്സ് ലാസ്റ്റ് വീക്ക് 1.2% ഗെയിൻ ചെയ്തു. എന്തുകൊണ്ട്?
ബിക്കോസ് US എക്കണോമി റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ടൈമിൽ യൂഷ്വലി പണം പോവുക US അസറ്റ്സിലേക്കായിരിക്കും. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, US എക്കണോമി കുറച്ച് സ്റ്റേബിൾ ആണ്, അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ US ഡോളറിൽ നിക്ഷേപിക്കാം, കാരണം അതിപ്പോൾ സേഫറാണ്. പക്ഷേ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസ് കൂടുന്ന സമയത്ത് ഡോളറിന്റെ വില കുറയാണ് ചെയ്യാറ്. പക്ഷേ 2022 തൊട്ട് നമുക്ക് ആ പാറ്റേൺ ചേഞ്ച് ആവുന്നത് കാണാൻ സാധിക്കും. ഈ ഓയിലും ഡോളറും ഒരേ രീതിയിൽ മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഓയിൽ ഒരു $108 വരെയൊക്കെ റാലി ചെയ്യുവാണെങ്കിൽ ഡോളർ ഇൻഡെക്സ് 105-106 വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡോളറിന്റെ മൂല്യം കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എമർജിംഗ് മാർക്കറ്റിന്റെ കറൻസീസ് വീക്കാവും. ഇന്ത്യന്റെ കറൻസി വീക്കായി. ഇന്ത്യ എമർജിംഗ് മാർക്കറ്റാണ്. അപ്പം ആ രാജ്യങ്ങളുടെയൊക്കെ കറൻസീസ് വീക്കാവും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ US ഷിഫ്റ്റ് ആവും. അപ്പോൾ അത് നമ്മളെ മാർക്കറ്റിനെ ബാധിക്കും. സോ കറന്റ്ലി ഡോളർ പവർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പല ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഗോൾഡ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? യൂഷ്വലി വാറൊക്കെ നടക്കുന്ന സമയത്ത് ഗോൾഡിന്റെ പൈസ കൂടുകയല്ലേ ചെയ്യേണ്ടത്, പക്ഷെ ഇതെന്തുകൊണ്ട് കുറയുന്നു? അപ്പം ആദ്യം തന്നെ ഈ വാർ വന്നപ്പോൾ ഇനീഷ്യലി ഗോൾഡ് ഒരു 2.7% കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുൾ ഗെയിൻസും വൈപ്പൗട്ടായി. ഇപ്പോൾ ഗോൾഡ് വീക്കാണ്. അപ്പോൾ ഇതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, ഓൾറെഡി ഗോൾഡ് വലിയൊരു റാലി ലാസ്റ്റ് ഫ്യൂ മന്ത്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഡോളറിന് സ്ട്രെങ്തൻ കൂടാണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗോൾഡും ഡോളറും തമ്മിലൊരു സീസോ കളിയാണ്. അതായത് ഡോളറിന് സ്ട്രെങ്തൻ കൂടുന്ന സമയത്ത്, മൂല്യം കൂടുന്ന സമയത്ത് ഗോൾഡിന്റെ പൈസ കുറയും. ഇപ്പൊ ഡോളറിന് മൂല്യം കൂടുന്നുണ്ട്, ഗോൾഡിന്റെ പൈസ കുറയാണ്. അപ്പൊ ഈ ഗോൾഡിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ $6000 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇപ്പൊ അടുത്തൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഗോൾഡ് ഒരു റേഞ്ച് ബൗണ്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഗോൾഡ് അഗ്രസീവ് ആയിട്ട് ബൈ ചെയ്യേണ്ട ടൈം അല്ല ഇത്. നമ്മൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇനി ഗോൾഡ് ബ്രെൻഡ് റേഷ്യോ എന്നൊരു സംഭവം ഉണ്ട്. അത് മറ്റൊന്നല്ല, ഗോൾഡ് ഡിവൈഡ് ബൈ ഓയിൽ പ്രൈസ്. അപ്പൊ ഈ റേഷ്യോ കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഗോൾഡ് ഓയിലിനെക്കാട്ടിയും നന്നായി പെർഫോം ചെയ്യുമെന്നാണ്. റേഷ്യോ കുറയുകയാണെങ്കിൽ ഓയിൽ ഗോൾഡിനെക്കാട്ടിയും നന്നായി പെർഫോം ചെയ്യുന്നതാണ്. ഇപ്പൊ കറന്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഷ്യോ ഫോളിംഗ് ആണ്, താഴോട്ടേക്കാണ് പോകുന്നത്. അതിന്റെ അർത്ഥം ഓയിലാണ് ഗോൾഡിനെക്കാട്ടിയും സ്ട്രോങ്ങർ ആവുന്നത്. അപ്പോൾ ഓയിൽ $108 കടന്നു, ഈ റേഷ്യോ ഫോളോ ചെയ്യുവാണെങ്കിൽ ഗോൾഡ് ഒരു 5000-5200 റേഞ്ചിൽ നിൽക്കും. അപ്പോൾ ഗോൾഡിൽ ഒരു സൂപ്പർ റാലി അടുത്തൊന്നും കാണുന്നില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. ഇന്ത്യയിൽ ആദ്യം തന്നെ Nifty 50 ഒരു 3.5% ഒക്കെ താഴോട്ടേക്ക് പോയി, പിന്നെ ചെറിയൊരു റിക്കവറി ഉണ്ടായി, പക്ഷേ സ്റ്റിൽ നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യന്റെ ബിഗ്ഗസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഓയിലിന്റെ പൈസ കൂടുകയാണെങ്കിൽ ഇമ്പോർട്ട് ബില്ല് കൂടും. മാത്രമല്ല ട്രേഡ് ഡെഫിസിറ്റ് ഓൾറെഡി ഹൈ ആണ്. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്? അതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യും. ഓക്കെ, എൻ്റെ വിശ്വാസം ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ്. ഇപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഇഫ് ഓയിൽ സ്റ്റേസ് നിയർ $100, ട്രേഡ് ഡെഫിസിറ്റ് $40 ബില്യൺ ക്രോസ് ചെയ്യാം. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് നല്ലതല്ല. കാരണം നമ്മുടെ രൂപ ഓൾറെഡി ഒരു പുതിയ ലോ ഹിറ്റ് ചെയ്തു. 92.3 ഓൾറെഡി ഹിറ്റ് ചെയ്തു. കാരണം റുപ്പിക്ക് 2 ബിഗ് പ്രഷറാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ്? ഒന്ന്, ഓയിൽ പ്രൈസ് കൂടുന്നു. 2, ഡോളറിന്റെ സ്ട്രെങ്ത് കൂടുന്നു. റുപ്പിന്റെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റുപ്പി ഒരു 93.1 ടെസ്റ്റ് ചെയ്യാം. പക്ഷെ സിറ്റുവേഷൻ വളരെ വേഴ്സ് ആവുകയാണെങ്കിൽ 96 വരെയൊക്കെ റുപ്പി പോവാം. അപ്പൊ ഈ റുപ്പീനെ സപ്പോർട്ട് ചെയ്യുന്ന ഓൺലി സപ്പോർട്ട് എന്താണ്? RBI ഇന്റർവെൻഷൻ ആണ്. അതായത് RBI വന്ന് ഇടപെടണം. അപ്പൊ RBI എങ്ങനെയാണ് ഇന്റർവെൻ ചെയ്യുക? RBI എങ്ങനെയാണ് ഇടപെടുക ഈ സമയത്ത്? RBIന്റെ അടുത്ത് കുറെ ഫോറിൻ റിസർവ്സ് ഉണ്ട്. അതിലെന്തുണ്ട്? കുറെ ഡോളേഴ്സ് ഉണ്ട്. RBI ഡോളേഴ്സ് വിൽക്കാൻ തുടങ്ങും. RBI ഡോളേഴ്സ് വിൽക്കാൻ തുടങ്ങുമ്പോൾ മാർക്കറ്റിൽ ചെറിയ രീതിയിൽ ഒരു സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? RBIക്ക് സാധിക്കും. ആൻഡ് നൗ ലെറ്റ്സ് കം ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പാനിക് ആവരുത്. മാർക്കറ്റ് ഹെഡ്ലൈൻസ് ഡെയിലി ചേഞ്ച് ചെയ്യും, ന്യൂസ് ഹെഡ്ലൈൻസ് ഡെയിലി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇമോഷണൽ ഡിസിഷൻസ് എടുക്കരുത്. അഗ്രസീവായിട്ട് ഗോൾഡ് പോയി ബൈ ചെയ്യരുത്. ഹൈ ലെവറേജ് ട്രേഡിംഗ് മാക്സിമം ഒഴിവാക്കണം. കുറച്ച് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. സോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ കറക്ഷൻസ് ആർ പാർട്ട് ഓഫ് ദ മാർക്കറ്റ് എന്ന മന്ത്രം മനസ്സിൽ വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക. ഷോർട്ട് ടേം ട്രേഡേഴ്സ് ആണെങ്കിൽ വോളറ്റിലിറ്റി വളരെ കൂടുതലാണ് ഇപ്പോൾ മാർക്കറ്റിൽ, കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയാണ്. ഓയിൽ പ്രൈസ് കൂടുകയാണ്, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുകയാണ്, റുപ്പീൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗോൾഡ് റേഞ്ച് ബൗണ്ട് ആണ്, ഇൻഫ്ലേഷൻ റിസ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കോഷൻ ഫേസ് ആണ്. പാനിക് ഫേസ് അല്ല, കോഷൻ ഫേസ്. ഇമോഷണൽ ഡിസിഷൻസ് എടുക്കരുത്. കൺട്രോൾ. കാരണം ഈ അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനാണ്. സോ സ്റ്റേ കാം, സ്റ്റേ ഇൻഫോംഡ്, തിങ്ക് ലോങ് ടേം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം.